NTA വിഷയത്തിൽ വിദഗ്ധർ ചോദ്യം ചോർത്തിയത് 3 രീതിയിലാണ് എന്ന് CBI കണ്ടെത്തൽ. ഒരാൾ ചോദ്യങ്ങൾ കടലാസ് കഷ്ണങ്ങളിൽ കുറിച്ചെടുത്ത് ഒളിപ്പിച്ച് കടത്തി. മറ്റു 2 പേർ ചോദ്യങ്ങൾ മനഃപാഠമാക്കി ഹോട്ടൽ മുറിയിൽ എത്തിയ ശേഷം എഴുതിയെടുക്കുകയായിരുന്നു. പാഠപുസ്തകങ്ങളിൽ ബന്ധപ്പെട്ട ഖണ്ഡികകൾ അടയാളപ്പെടുത്തിയതായും CBI കണ്ടെത്തി. വിഷ്ണുപ്രസാദ് വിവരങ്ങളുമായുണ്ട്. വിഷ്ണുപ്രസാദ്, വളരെ ബുദ്ധിപരമായ നീക്കമാണ് ഇവർ നടത്തിയെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ചിലർ ഓർമ്മയിൽ നിന്ന് പരീക്ഷിച്ചു, ചിലർ പകർത്തിയെടുത്ത് കൊണ്ടുപോയി. എന്താണ് വിവരങ്ങൾ? മോത്തി, ഗുഡ് മോർണിംഗ്. എന്തായാലും ചോദ്യപേപ്പർ ചോർത്താൻ വേണ്ടിയും വളരെയധികം ഇവർ കഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് ഇപ്പോൾ CBIയുടെ ഈ ഒരു കണ്ടെത്തലുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. പ്രധാനമായും 3 രീതിയിലാണ് ഈ ചോദ്യപേപ്പറുകൾ ചോർത്തപ്പെട്ടിട്ടുള്ളത്. ഈ 3 പേരും, അതായത് പിടിയിലായ കുൽക്കർണി ഉൾപ്പെടെയുള്ളവർ, ഈ കുൽക്കർണി എന്ന് പറയുന്ന ഈ കേസുമായി ബന്ധപ്പെട്ട കെമിസ്ട്രി പ്രൊഫസറാണ് ഈ ചോദ്യപേപ്പറുകൾ മുറിച്ചെടുത്ത് കൊണ്ടുപോയത്, അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചെറിയ കുറിപ്പടികളിലാക്കി മുറിച്ചെടുത്ത് കൊണ്ടുപോയത്. 147 സെറ്റുകളാണ് ഇയാൾ കൊണ്ടുപോയത് എന്നാണ് ഇപ്പോൾ എന്തായാലും മനസ്സിലാകുന്നത്. മറ്റ് 2 പേർ 2 രീതിയിലാണ്. ഒന്ന്, ഈ പാഠഭാഗങ്ങൾ മനഃപ്പാഠമാക്കി ഒരാൾ പോയി അത് പകർത്തി എഴുതുന്നു. മറ്റൊരാൾ ഈ പറയുന്നത് പോലെ പാഠഭാഗങ്ങൾ അല്ലെങ്കിൽ ചോദ്യങ്ങൾ മനഃപ്പാഠമാക്കി പാഠപുസ്തകത്തിൽ അത് ഏത് ഭാഗത്തു നിന്നുള്ളതാണ് എന്ന് അടയാളപ്പെടുത്തുന്നു. ഇങ്ങനെയാണ് 3 പേരും ഈ ചോദ്യങ്ങൾ ചോർത്തിയത് എന്നാണ് ഇപ്പോൾ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ളത്. മാത്രവുമല്ല, ചോദ്യപേപ്പർ പരിഭാഷയുടെ ഘട്ടത്തിലാണ് ഈ ലീക്ക് നടന്നിട്ടുള്ളത് എന്നും ഇപ്പോൾ എന്തായാലും അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടി അതിന് മതിയായ സുരക്ഷ ഉണ്ടായിരുന്നില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. NTA ഒന്നാം നിലയിലുള്ള കെട്ടിടത്തിൽ ഇവർ പുറത്തേക്ക് ഇറങ്ങുന്ന സ്ഥലങ്ങളിൽ ഒന്നും തന്നെ CCTV ക്യാമറകൾ പോലും ഉണ്ടായിരുന്നില്ല എന്നുകൂടി ഇപ്പോൾ എന്തായാലും CBI അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. സംഭവത്തിൽ CBIയുടെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറ്റപത്രമോ അല്ലെങ്കിൽ റിപ്പോർട്ടോ, ഇടക്കാല റിപ്പോർട്ടോ ഉടൻ തന്നെ CBI സമർപ്പിക്കുമെന്ന് തന്നെ വേണം പ്രതീക്ഷിക്കാൻ.